നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഋതിക മേഡത്തെക്കാൾ വലുതോ? അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. വേണുട്ടൻ രാജുനോട് സംസാരിച്ചിരുന്നോ? ഇല്ല മാഡം. വർമ്മ സാറിനോട് അവൻ സത്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോ ഞാൻ അറിയാതെ അവനെ തടഞ്ഞൊന്നല്ലാതെ അവനോട് ഇക്കാര്യത്തെക്കുറിച്ച് നേരിട്ട് സംസാരിച്ചിട്ടില്ല. സംസാരിക്കണം വേണുട്ട. ഋതികയുടെ ജീവിതം ഏറ്റവും സുരക്ഷിതമാവുന്നത് രാജുവിനോടൊപ്പമാണെന്ന് രാജു മനസ്സിലാക്കണം. അവന്റെ മനസ്സിലുള്ളതുപോലെ യജമാന ഭക്തി മാത്രമല്ല, എന്റെ മകളെ വിവാഹം കഴിക്കാനും അവൻ യോഗ്യനാണെന്ന് പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ ആര് പറഞ്ഞാലും അവൻ കേൾക്കുന്നു തോന്നണില്ല മാഡം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വേണുവേട്ടാ. നമുക്ക് അവനോട് സംസാരിക്കാം. അറിയേണ്ട കഥകളൊക്കെ അവൻ അറിയേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ജീവിതത്തിൽ നടന്നത് ഋതിക മോളുടെ ജീവിതത്തിൽ ആവർത്തിക്കാൻ പാടില്ല. രാജു, ഒന്ന് പതിയെ ബ്രേക്ക് പിടിച്ചൂടെ? രാവിലെ തന്നെ ഓരോ കാരണങ്ങളുണ്ടാക്കി വഴക്കുണ്ടാക്കാനുള്ള പുറപ്പെടാ. വഴക്കുണ്ടാക്കാനല്ല, ഞാൻ കാര്യം പറഞ്ഞതാ. രാജു ബ്രേക്ക് പിടിച്ചപ്പോ ഞാൻ മുൻപിലേക്ക് മറിഞ്ഞത് കണ്ടില്ലേ? എന്ത് സ്പീഡിലാ രാജു വന്നത്. ഋതിക മേഡം പിടിച്ചിരിക്കണമായിരുന്നു. ഞാൻ സാധാരണ ബ്രേക്ക് പിടിക്കുന്ന പോലെ തന്നെ നിർത്തിയത്. എനിക്കങ്ങനെ അല്ലല്ലോ തോന്നിയത്. ബ്രേക്കിനെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഉണ്ടെന്നോ? അത് നന്നാക്കാതെയാണോ ഇത്രയും ദൂരം എന്നെ ബൈക്കിലിരുത്തി കൊണ്ടുവന്ന്? എന്റെ പൊന്നു മാഡം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കില്ലായിരുന്നോ? ഇതേ ഞാൻ എന്നും ഓടിക്കുന്ന ബൈക്കല്ലേ, എനിക്കറിയില്ലേ? പിന്നെ ഒരു തുക്കട ബൈക്ക്. ഒന്നുമില്ല. എന്നെ എന്തോണോ പറഞ്ഞോ? എന്റെ ബൈക്കിനെ പറ്റി മാത്രം ഒന്നും പറയരുത്. ബൈക്കിന് പറഞ്ഞാൽ എന്താ? അതെ, വർഷങ്ങളായിട്ട് എന്നെ കൊണ്ടു നടക്കുന്ന ബൈക്കാ ഇത്. ഇതുവരെ വഴിയിൽ നിന്ന് പോവോ, എനിക്ക് പണി തരുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് എന്റെ സ്വന്തം അന്യനെ പോലെയാ. അതുകൊണ്ട് വെറുതെ എന്റെ വണ്ടിയെ കുറ്റം പറയരുത് മാഡം. എന്നെക്കാളും വലുതാണോ രാജു നീ വണ്ടി? ഋതിക മേഡത്തെക്കാൾ വലുതോ? അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. രാജു, ശരിയാ, രാജു താലി കെട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. അപ്പോ എന്നിലും വലുതായിട്ട് രാജുന് പലതും കാണും. എന്നാലും എന്റെ വീടിന്റെ മുന്നിൽ വെച്ച് തന്നെ രാജുന് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ മനസ്സ് വന്നു? ആരെങ്കിലും കേട്ടിരുന്നെങ്കിലോ? കേക്കട്ടെ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞ, ഇല്ലാത്തൊന്നുമല്ലല്ലോ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ? ഇതൊക്കെ കേട്ടിട്ട് എന്റെ നെഞ്ചിനുള്ളിൽ ഇടിവെട്ടിയ പോലെയുണ്ട്. ഈശ്വര, ദൈവമേ, എന്തൊക്കെയാ രാജി പറയുന്നേ? അവര് പറയുന്ന സത്യമാണോ? ശേരട്ടാ, ഒന്ന് വന്നേ. ആ ഡോർ അങ്ങോട്ട് അടയ്ക്ക്. വാ ഇങ്ങോട്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ യാമിനി, എന്താ കാര്യം? ശേരട്ടാ, വലിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് പിന്നെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല.
കേട്ടിട്ടെന്നെ എന്റെ തല മരവിച്ചു പോയി. നിനക്കിത് എന്ത് പറ്റി? നിനക്ക് ഹോസ്പിറ്റലിലും പോണോ? നീ ഓക്കെ അല്ലേ? ശേഖരേട്ടാ, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെ ഓക്കെ ആവും? നീ കാര്യം പറ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? ഹെൽത്ത് അതൊന്നും അല്ല ശേഖരേട്ടാ, വേറൊരു പ്രശ്ന. വേറെ എന്ത്? ശേഖരേട്ടാ, അത് ആ എന്താ യാമിനി, എന്തു പറ്റി? നിന്റെ മുഖം എന്തെങ്ങനെ വല്ലാതിരിക്കുന്നേ? അത് ചേച്ചി, യാമിനിക്ക് എന്തോ. എന്തു പറ്റി യാമിനി? ഒന്നുമില്ല ചേച്ചി. ശേഖര, പുറത്ത് നിന്നെ കാണാനേ ആരൊക്കെയോ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ശരി ചേച്ചി. യാമിനി, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചേച്ചി? രാജുവിന്റെയും ഋതികയുടെയും ബന്ധത്തിനെ പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിയാ, രാജു താലി കിട്ടിയ ഭാര്യ അല്ലല്ലോ ഞാൻ. എന്നായാലും സത്യങ്ങൾ എല്ലാരും അറിയാനുള്ളത് തന്നെയല്ലേ? അവരെ കുറിച്ച് ഞാനെന്ത് പറയാനാ? അവര് നല്ല ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. അങ്ങനെയല്ലേ ചേച്ചി? ചേച്ചിക്കും അങ്ങനെ തന്നെയല്ലേ തോന്നിയിട്ടുള്ളത്? എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഓ, നിനക്ക് അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്? എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ, അവര് ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ല. ചേച്ചി എന്താ ഈ പറയുന്നേ? അവര് ഭാര്യ ഭർത്താക്കന്മാരല്ലെന്നോ? രാജു ഋതുവിന്റെ കഴുത്തിൽ താലി കെട്ടിന്ന് നമ്മളോട് ഋതു പറഞ്ഞതല്ലേ? അവരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കുന്നത്? നമ്മൾ അവരുടെ ശാന്തി മുഹൂർത്തൊക്കെ നടത്തിയതല്ലേ? ഒന്നുമല്ല യാമിനി, ഇതെല്ലാമേ വെറും അഭിനയോ. താലി കെട്ടിന്ന് പറയുന്നതൊക്കെ നുണയാ. ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞതുമേ അഭിനയമായിരുന്നു. ഇതൊക്കെ പൊളിക്കാനായി ഞാൻ നോക്കിയിരുന്നു. പക്ഷെ ദൈവമേ അവരുടെ കൂടെയാ. സത്യം ഒരു ദിവസം പുറത്തു വരും. അതിന് അമ്പി ചേച്ചിക്ക് എങ്ങനെ അറിയൂ ഇതൊക്കെ? എന്താ ചേച്ചി, എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.